بسم الله الرحمن الرحيم عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയരെ, പരിശുദ്ധ ഖുർആനിൻ്റെ മുത്തശാബിഹായ ആയത്തുകൾ, സാമ്യതയുള്ള ആയത്തുകൾ പരസ്പരം തിരിച്ചറിയായ്മ സംഭവിച്ചുകൊണ്ട് തെറ്റ് സംഭവിക്കാതിരിക്കാൻ നാം പ്രത്യേകം കരുതേണ്ടതുണ്ട്. അത് എളുപ്പമാവാൻ വേണ്ടി ഇമ്മത്ത് രൂപീകരിച്ച അൽ ഖവാഇദുൽ ലവാബിത്ത് ലുബത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കായികകളെക്കുറിച്ചുള്ള സംസാരമായിരുന്നു മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് 17ാമത്തെ കായികയാണ് നമ്മൾ സംസാരിക്കുന്നത്. മുഴുവനായിട്ട് നമ്മൾ പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സമയദൈർഘ്യം ഭയപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഭാഗങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. 17ാമത്തെ കായിക നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ. അൽ-ലബ്തു ബിസ്സൂറത്തി ദിഹ്നിയ. ചില ആയത്തുകളിൽ വരുന്ന മുതശാബിഹാത്തുകൾ പ്രത്യേകം മനസ്സിലാക്കാൻ, ഓർമ്മയിൽ വെക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് പറയുന്നത് അൽ-ലബ്തു ബിസ്സൂറത്തി ദിഹ്നിയ. അത് നമ്മൾ ആ ആയത്തുകൾക്ക്, സാമ്യതയുള്ള ആയത്തുകൾക്ക് നമ്മൾ മനസ്സിൽ ഒരു ചിത്രം സങ്കല്പിക്കുക. യുഗമാണല്ലോ, നമ്മൾ പറയുന്ന പ്രോംപ്റ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തയ്യാറാക്കി തരുന്ന യുഗത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു ചിത്രീകരണം നമ്മുടെ മനസ്സിൽ ഈ ആയത്തുകളെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി നോക്കാം. ഒരു ഉദാഹരണം പറയുന്നു. സൂറത്തുൽ വാഖിയ, എല്ലാവരും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമായ ഈ സൂറത്തിലെ 4 ആയത്തുകൾ. അഫറഅയ്തും മാ തുംനൂൻ, അഫറഅയ്തും മാ തഹ്റുസൂൻ, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, അഫറഅയ്തുമുൻ നാറ അല്ലതീ തൂറൂൻ. ഇങ്ങനെ 4 ആയത്തുകൾ നിങ്ങൾക്കൊക്കെ അറിയാം. 4 ആയത്തുകൾ അഫറഅയ്തും മാ തുംനൂൻ. പക്ഷെ നമ്മൾ ബാക്കി ഓതുമ്പോൾ അല്ലേ, ഏതാണ് ആദ്യം ഏതാണ് രണ്ടാമത്തത്? ഇവിടെ ഓർഡറിലുള്ളത് 58ാമത്തെ ആയത്താണ് മാ തുംനൂൻ, 63ലാണ് മാ തഹ്റുസൂൻ, 68ലാണ് മാ അല്ലദീ തശ്റബൂൻ, 71ലാണ് അന്നാർ. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അതായത് ഈ 4 ആയത്തുകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറിയൊരു കാര്യം, ഒരു കഥ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരികയാണ്. അതായത് നമ്മളൊക്കെ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഒരു ബീജത്തുള്ളിയിൽ നിന്നാണ് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്ത നിഅമത്തുകളുടെ പ്രാരംഭം. നമുക്ക് ജന്മം ലഭിച്ചു, നമ്മൾ മുസ്ലിമായി, അങ്ങനെ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു നൽകി എന്നത് വലിയ നിഅമത്താണല്ലോ. ആ നിഅമത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല. അങ്ങനെ നമുക്കറിയാമല്ലോ, നമ്മളങ്ങനെ നമുക്ക് ജന്മം ലഭിച്ചാൽ ഇനി അടുത്തത് ഒരു ജനിച്ച കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പ്രസവിക്കപ്പെട്ട ശിശുവിന് ആവശ്യമായിട്ടുള്ളത് ഭക്ഷണമാണല്ലോ. അപ്പം ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ കൃഷി ചെയ്യുന്നു, ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, വിത്തുകൾ, അതേപോലെ തന്നെ വയലുകൾ മറ്റുമൊക്കെ സംവിധാനിച്ചുകൊണ്ട് കൊയ്ത് അങ്ങനെ ഫലങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു രീതി. പറഞ്ഞു വരുന്നത്, ഒരാൾ ജനിച്ചാൽ അയാൾക്ക് പ്രഥമമായി വേണ്ടത് ഭക്ഷണമാണ്. ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിതം സാധ്യമല്ല. ഇങ്ങനെ മനുഷ്യൻ്റെ ജന്മം കഴിഞ്ഞു, അവന് ഭക്ഷണവും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് വേണ്ടി വരിക ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന കൃഷിക്ക് അവന് കൃത്യമായിട്ടുള്ള വിളവ് ലഭിക്കണമെങ്കിൽ മഴ വേണം. അതല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ട വെള്ളം കൊടുക്കണം. ഏതൊരു കൃഷിയും നിലനിൽക്കാൻ വെള്ളം ആവശ്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മരുഭൂമിയിലൊന്നും ഒരിക്കലും കൃഷി ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. കാരണം അവിടേക്ക് വെള്ളം എത്തിക്കുക എന്നത് വളരെയധികം പ്രയാസമാണ്. അപ്പം ഏതൊരു വിത്തിനും ഏതൊരു വസ്തുവിനും വെള്ളം അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ജനിച്ചാൽ ആ ജനിക്കപ്പെട്ട മനുഷ്യന് വേണ്ടിയിട്ട് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ആ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിക്ക് ആവശ്യമായി വരുന്ന ഒന്നാണ് വെള്ളം. ഇങ്ങനെ വെള്ളമൊഴിച്ച് ഉണ്ടായ ഫലം നമ്മൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളത് പാചകം ചെയ്ത് അത് ഒരു ഭക്ഷ്യവിഭവമായി ആ കുട്ടിയുടെ മുന്നിലേക്ക് നൽകേണ്ടതുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കൃഷികൾ, അതല്ലെങ്കിൽ വിത്തുകൾ, വിളകൾ, അതല്ലെങ്കിൽ മാംസങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കടലിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് ജീവികൾ അറുത്തുമൊക്കെ എടുത്തിട്ടുള്ള മാംസങ്ങൾ, പച്ച മാംസം മനുഷ്യൻ ഭക്ഷിക്കാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ നമുക്ക് പാകം ചെയ്യണമെങ്കിൽ ആവശ്യമായിരുന്ന ഒന്നാണ് തീ. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ 4 ആവശ്യഘട്ടങ്ങൾ. ആദ്യമായിട്ട് ജനിക്കാൻ വേണ്ടത് നുതുഫത്താണല്ലോ, ബീജത്തുള്ളി. അപ്പോൾ ഒരു മാതാവും ഒരു പിതാവും കൂടിയിട്ട് ഒരു മകന് ജന്മം നൽകുമ്പം അവിടെ ഒരു നുതുഫയിലൂടെയാണല്ലോ, അതായത് ഒരു ബീജത്തുള്ളിലൂടെയാണല്ലോ ഇത് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മാതാപിതാക്കൾ നൽകേണ്ട ഭക്ഷണത്തിന് വേണ്ടി അവർ കൃഷി നടത്തുമ്പം കൃഷിയുടെ പുരോഗതിക്കും നല്ല വിളവ് ലഭിക്കുന്നതിനും ഫലപുഷ്ടിക്കും വേണ്ടിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ലഭിച്ച കൃഷി അതല്ലെങ്കിൽ വിത്ത് അതല്ലെങ്കിൽ ആ ഫലം അത് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് തീ നമ്മൾ തയ്യാറാക്കുന്നു. അങ്ങനെ ഒരു അടുപ്പ് കൂട്ടി തീ പുകയിച്ച് അങ്ങനെ തീ കത്തിച്ച് തീയുടെ മുകളിൽ ഈ വസ്തുക്കളും ഇറച്ചിയും മാംസവും മറ്റു പച്ചക്കറികളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്നു. ഈ ഒരു ചിത്രം നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഈ ഒരു ചിത്രത്തിലൂടെയാണ് നമുക്ക് സൂറത്തുൽ വാഖിയ മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്ക്, അഫറഅയ്തും മാ തുംനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ ഒരു വലിയ അനുഗ്രഹം, നമ്മുടെ മാതാപിതാക്കൾ മുഖേന നമ്മെ സൃഷ്ടിച്ച അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അതായത് ഒരുപാട് ബീജത്തുള്ളികളിൽ നിന്നും ഒരു കോടിക്കണക്കിന് വരുന്ന കോശങ്ങളിൽ നിന്നും ഒരു കോശം മുഖാന്തരം നമ്മൾ ക്രോമോസോമുകളിലൂടെ കഴിഞ്ഞ് അതിൻ്റെ പല പല ഘട്ടങ്ങൾ നമ്മൾ താണ്ടി നമ്മളെ മനുഷ്യനാക്കി എന്നുള്ള ആദ്യത്തെ നിയമത്ത്. അങ്ങനെ ആദ്യത്തെ നിയമത്ത് കഴിഞ്ഞപ്പം രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു, ആ മനുഷ്യന് വേണ്ട ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നു. അതിനെക്കുറിച്ചാണ് ഖുർആനിൽ സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അഫറഅയ്തും മാ തഹ്റുസൂൻ.
എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ട ഭക്ഷണങ്ങൾക്കും മറ്റും അതേപോലെ തന്നെ വസ്തുക്കൾക്കും ആവശ്യ വസ്തുക്കൾക്കും വേണ്ടി മനുഷ്യൻ ചെയ്യേണ്ട കൃഷി, അതിനെക്കുറിച്ചാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉൽപ്പാദിപ്പിച്ച കൃഷി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ആ കൃഷി പൂർണ്ണമായി ആ വിത്ത് വലുതായി ഫലം നൽകുന്നതിന് വേണ്ടിയിട്ട് ആ കൃഷിയെ നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്. പരിപാലനത്തിന് ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് വെള്ളം. ആ വെള്ളത്തിനെ കുറിച്ചാണ് റബ്ബിന്റെ അടുത്ത ചോദ്യം. അഫറൈതുമുൽ മാ അല്ലദീ തശ്റബൂൻ. അങ്ങനെ വെള്ളം ഒഴിച്ച് കൃഷി വലുതായി നമുക്ക് ആ വയലിൽ നിന്ന് അല്ലെങ്കിൽ ആ കൃഷിയിൽ നിന്ന് നമ്മൾ വിളവെടുത്തു. ആ വിളകൾ ഉപയോഗിച്ചുകൊണ്ട് മാംസങ്ങളെ ചേർത്ത് വെച്ച് നമുക്ക് ഭക്ഷ്യയോഗ്യമായ കഴിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ നമുക്ക് തീ ആവശ്യമാണ്. വേവിക്കണമെങ്കിൽ തീ വേണം. അതിനെക്കുറിച്ചാണ് നാലാമത്തെ അഫറൈതുമുൻ നാറല്ലതീ തൂറും. ചുരുക്കി പറഞ്ഞാൽ ഈ 4 ഘട്ടങ്ങൾ നമ്മുടെ മനസ്സിൽ ഈ സൂറത്തുൽ വാഖിയ ഓതുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ ഒരു കഥ നമ്മുടെ മനസ്സിലേക്ക് റിവൈൻഡ് ചെയ്താൽ സ്വാഭാവികമായിട്ടും നമുക്കൊരിക്കലും സൂറത്തുൽ വാഖിയ തെറ്റുകയില്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത ഒരു ഖായിദയിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാകും അൽ-ലബ്തു ബി സൂറത്തി ദിഹ്നിയ എന്ന് പറഞ്ഞാൽ 17ാമത്തെ ഖായിദയുടെ മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു ഉദാഹരണത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആദ്യം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സൂറത്തുൽ വാഖിയയുടെ 4 ആയത്തുകൾ മാറിപ്പോവാതിരിക്കാനുള്ള ഒരു സൂത്രവാക്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു ഉദാഹരണം സൂറത്ത് ദാരിയാത്തിൽ നിന്നുമാണ്. 3 ആയത്തുകളെയാണ് ഇവിടെ നമ്മൾ സംയമനം ചെയ്ത് പഠിക്കുന്നത്. ആദ്യത്തെ ആയത്ത് വഫിൽ അർളി ആയാതുൽ ലിൽ മുഖിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. ഈ 3 ആയത്തുകൾ മാറിപ്പോവാതിരിക്കാം. ഒന്നാമത്തേത് അർളാണ്, രണ്ടാമത്തേത് അൻഫുസാണ്, മൂന്നാമത്തേത് സമ ആണ്. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആദ്യമായിട്ട് അള്ളാഹു ഭൂമിയെക്കുറിച്ച് പറയുന്നു, പിന്നീട് ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്നു, പിന്നെ മനുഷ്യൻ്റെയും മുകളിലുള്ള ആകാശത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ ഒരു ഓർഡർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഓഫീസ് സമായി റിസ്ഖുക്കും എന്ന ആയത്ത് ഓതിപ്പോവുകയില്ല. 20, 21, 22 എന്നീ ക്രമത്തിലാണല്ലോ അവിടെ ഖുർആനിലുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം ലബ്ത്ത്, ഈ ഒരു രൂപം അല്ലെങ്കിൽ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു സങ്കല്പം, അതിലൂടെ നമുക്ക് ഈ മുത്തശാബിഹായ ആയത്ത് മറികടക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരൊറ്റ ഖായിദയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം അർത്ഥതലങ്ങൾ ഈ ഖായിദകൾക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 18ാമത്തെ അടുത്ത ഖായിദ അൽ-ലബ്തു ബിൽ മുജാവറത്തി വൽ മുവാഫഖത്തി. സാമ്യതയും അടുപ്പവും നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയാണിത്. ഉദാഹരണമായിട്ട് സൂറത്തു യൂനുസിലെ 2 ആയത്തുകളാണ് 103, 104. 103ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് കദാലിക ഹഖൻ അലൈനാ നുൻജിൽ മുഅ്മിനീൻ വഉമിർതു അൻ അകൂന മിനൽ മുഅ്മിനീൻ. ഈ 2 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് മുഅ്മിനീൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. അവിടെയാണ് നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യത. കാരണം നമ്മൾ തെറ്റോതിപ്പോകും, അതായത് മുസ്ലിമീനാണ് മുഅ്മിനീനാണ്. എന്നാൽ നമ്മൾ തൊട്ട് മുമ്പിലുള്ള സൂറത്ത് യൂനുസിലുള്ള 103ാമത്തെ ആയത്ത് നമ്മൾ പരിശോധിക്കുമ്പം നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും ഇവിടെ മുഅ്മിനീൻ എന്നതാണ്. കാരണം ബിൽ ഇളാഫത്തി അന്ന ലഫ്ളൽ ഈമാൻ വ മുഷ്തഖ മിൻഹു തകററ 10 മറാത്ത്. അതായത് ഈ സൂറത്ത് യൂനുസിലെ ഈ ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ 10 തവണ ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഅ്മിനീൻ, ഈമാൻ തുടങ്ങിയ പദങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അവിടെ വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ എന്നല്ല, വഉമിർതു അൻ അകൂന മിനൽ മുഅ്മിനീൻ എന്നാണ് എന്നൊരു ബോധം സൂറത്ത് യൂനുസ് ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, അപ്പോൾ ഈമാനുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ മാറിപ്പോവുകയില്ല. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് വസ്സായിമീന വസ്സായിമാതി വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്. അതായത് സായിമീൻ കഴിഞ്ഞാൽ ഹാഫിളീന ഫുറൂജഹും എന്നാണ്. എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? നമുക്കറിയാം, ആരംഭപ്പൂവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അമിതമായിട്ടുള്ള വൈകാരികത. അതായത് ഹാഫിളീന ഫുറൂജഹും എന്ന് മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു തരിക റബ്ബ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗുഹ്യാവയവങ്ങളെ തെറ്റിൽ നിന്നും സംരക്ഷിക്കുന്ന ആളുകളാണ് ഈ ഹാഫിളുകൾ. ഹാഫിളീന ഫുറൂജഹും എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ അതിന് ഏറ്റവും നല്ല രക്ഷാകവചമായിട്ട് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ഒരു മനുഷ്യന് അമിതമായി ആസക്തി തോന്നുകയാണെങ്കിൽ അവൻ്റെ ഭക്ഷണം അവൻ കുറക്കണം എന്ന് പറഞ്ഞാൽ അവൻ നോമ്പുകാരനായി നോമ്പ് നോൽക്കട്ടെ. കല്യാണം കഴിക്കാൻ അതീവ താല്പര്യനാണ്, പക്ഷേ കയ്യിൽ മഹറൊന്നുമില്ലെങ്കിൽ അവനോട് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത് നോമ്പനുഷ്ഠിക്കണമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു നേട്ടമാണ് അൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്. അപ്പം ഇങ്ങനെ ഒരു ബന്ധത്തെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ നമുക്ക് മാറുകയില്ല. 18ാമത്തെ ഖായിദയുടെ മറ്റൊരു ഉദാഹരണമാണ് ലാ ജറമ അന്നഹും ഫിൽ ആഖിറതി ഹുമുൽ അഖ്സറൂൻ. ലാ ജറമ അന്നഹും ഫിൽ ആഖിറതി ഹുമുൽ ഖാസിറൂൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഖ്സറൂൻ എന്നതിന് സാമ്യതയുള്ള ചില കലിമത്തുകൾ അതിൻ്റെ തൊട്ട് മുമ്പിലും ശേഷവുമായിട്ട് സൂറത്തുൽ ഹൂദിൽ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അഹ്സാബ്, അഷ്ഹാദ്, ഔലിയ എന്നൊക്കെ പറയുന്നത് കാണാം. അതേ സ്ഥാനത്ത് സൂറത്തുൻ നഹ്ലിലുള്ള 109ാമത്തെ വചനമാകുന്ന ഖാസിറൂൻ എന്നതിനോട് ഈ വസന നമ്മൾ മനസ്സിലാക്കുക. കാദിബൂൻ, ഗാഫിലൂൻ എന്ന് തുടങ്ങിയിട്ടുള്ള വസനുകളും മറ്റുമൊക്കെ. അപ്പം ഇങ്ങനെ ഒരു വസനിലൂടെ എന്ന് പറഞ്ഞാൽ അഖ്സറൂൻ, അഹ്സാബ്, അഷ്ഹാദ്, ഔലിയ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേ സ്ഥാനത്ത് നഹ്ലിലോ
ഖാസിറൂൻ, കാദിബൂൻ, ഗാഫിലൂൻ ഒരേ ട്യൂണിൽ. അപ്പം ഈ ഒരു വസന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമ്മൾ ആ 2 ആയത്തുകളെയും സമീപിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ തെറ്റ് സംഭവിക്കുകയില്ല. 19ാമത്തെ മുത്തശാബിഹാത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 19ാമത്തെ നിയമമാണ് അൽ മുവാഫഖതു ബൈനൽ മൗദിഇൽ മുത്തശാബിഹി വ അവ്വലി സൂറ എന്ന് പറഞ്ഞാൽ മുത്തശാബിഹായ സ്ഥലത്തിൻ്റെയും സൂറത്തിൻ്റെ തുടക്കത്തിൻ്റെയും ഇടയിലായിട്ട് നമ്മളൊരു കണക്ഷൻ സ്ഥാപിക്കുക. എങ്ങനെയാണത്? നമുക്ക് നോക്കാം. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദി അമ്മൻ യംലികു സ്സംഅ വൽ അബ്സാർ. ഒരു ആയത്താണ്, അവസാനിപ്പിക്കുന്നു. യൂനുസിന്റെ 31ാമത്തെ ആയത്ത്. അതേ സ്ഥാനത്ത് സബയിന്റെ 24ാമത്തെ ആയത്ത് ഖുൽ മൻ യർസുഖുകും മിനസ് സമാവാതി വൽ അർദി ഖുലില്ലാഹ്. തുടക്കം രണ്ടിൻ്റെയും ഒരേപോലെയാണ് അല്ലേ? നമുക്ക് മാറിപ്പോകും. യൂനുസ് ഓതുമ്പോൾ സമാവാത്താണോ എന്ന് സംശയിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ റിസ്ക്കുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്നുണ്ട്. മനുഷ്യന് റിസ്ക് ആവശ്യമാണല്ലോ, അള്ളാഹു റാസിഖാണല്ലോ. എന്നാൽ റിസ്ക്കുമായി സംസാരിക്കുമ്പോൾ മൻ യർസുഖുകും മിനസ് സമാ എന്നാണ് ഖുർആനിൽ കൂടുതലും കാണുക. ഒരൊറ്റ സ്ഥലത്താണ് ഈ റിസ്ക് സമാവാത്ത് എന്നതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ആ സ്ഥലമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന മിനസ് സമാവാത്തി എന്ന് പറയുന്ന സൂറത്തു സബയിലെ ഈ ഭാഗം. മൗദിഉൻ വഹീദുൻ അത്തസ് സമാവാതു മഅ റിസ്ഖി ബിൽ ജംഇ വയുംകിനു റബ്തുഹാ മാ മത്ലഇ അവ്വലി സബ അൽഹംദുലില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അപ്പോൾ ഇത് സൂറത്തു സബയിലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കാൻ എന്താ ടെക്നിക്ക്? സൂറത്തു സബയിന്റെ തുടക്കം നമ്മൾ ഓതി നോക്കുക. അൽഹംദുലില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് എന്ന് പറഞ്ഞാൽ സൂറത്തു സബയിന്റെ തുടക്കത്തിൽ പറഞ്ഞത് സമാവാത്താണ്. അപ്പോൾ സൂറത്തു സബയിലുള്ള ഈ ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ എന്ന് ഓതരുത്, സമാവാത്ത് എന്ന് നമ്മൾ ഓതണം. ഇങ്ങനെ നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉദാഹരണമാണ് ഹൽ യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുമുൽ മലായികതു ഔ യഅതിയ റബ്ബുക്. ചിലപ്പോൾ മാറിപ്പോകും, കാരണം സൂറത്തുൽ അൻആമിൽ ഔ യഅതിയ റബ്ബുക് എന്നുള്ളത്. അതേ സ്ഥാനത്ത് സൂറത്തുൽ നഹ്ലിൽ നമുക്കറിയാം ഹൽ യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുമുൽ മലായികതു ഔ യഅതിയ അംറു റബ്ബിക്. അവിടെ ഔ യഅതിയ റബ്ബുക് എന്ന് പറയാതെ ഔ യഅതിയ അംറു റബ്ബിക് എന്ന് പറഞ്ഞു, അംറ് കൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ മനസ്സിലാക്കണം അംറ് എന്ന് വന്നത് സൂറത്തുൽ നഹ്ലിലല്ലേ? സൂറത്തുൽ നഹ്ലിന്റെ തുടക്കം എന്താ? അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂഹ്. കണ്ടോ? സൂറത്തുൽ നഹ്ലിന്റെ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അംറ് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അംറ് വന്നിട്ടുള്ളത് സൂറത്തുൽ നഹ്ലിലാണ് എന്ന് നമ്മൾ ഓർമ്മിച്ച് വെച്ചാൽ ഈ ഭാഗം നമുക്ക് എളുപ്പമാകും. അതേപോലെ മറ്റൊരു ഉദാഹരണമാണ് സൂറത്ത് ഇബ്രാഹിമിന്റെ തുടക്കം. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂരി ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. സൂറത്ത് ഇബ്രാഹിമിന്റെ 23ാമത്തെ ആയത്ത് നമ്മൾ നോക്കി നോക്കുകയാണെങ്കിൽ وأدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار خالدين فيها بإذن ربهم يلتبس على الحافظ ختام الآية بإذن ربهم تحتهم فيها بإذن ربهم تحتهم فيها سلام എന്ന് പറഞ്ഞാൽ ഇവിടെ ബീദിനി റബ്ബിഹിം തഹിയ്യത്തുഹും ഫിഹാ സലാം എന്ന ഭാഗത്ത് നമ്മൾ ഓതുമ്പോൾ നമുക്ക് മാറിപ്പോകും. ചിലപ്പോൾ നമ്മൾ എന്തോ ഓതിപ്പോകും ഖാലിദീന ഫിഹാ ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ് എന്ന സൂറത്തിന്റെ തുടക്ക ഭാഗവുമായിട്ട് ഇത് നമുക്ക് മാറിപ്പോകും. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ബിഇദ്നി റബ്ബിഹിം എന്ന ഭാഗത്ത് നമ്മൾ ഇവിടെ ബിഇദ്നി റബ്ബിഹിം തഹിയ്യത്തുഹും ഫിഹാ സലാം എന്ന് പറയുന്ന ഈ ആയത്തിനെ നമ്മൾ അതിൻ്റെ ആദ്യ ആയത്തുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുക. അപ്പം നമുക്ക് മനസ്സിലാകും ഖാലിദീന ഫിഹാ ബിഇദ്നി റബ്ബിഹിം തഹിയ്യത്തുഹും ഫിഹാ സലാം എന്ന് വന്നിട്ടുള്ളത് ഈ സൂറത്തിൻ്റെ ഒടുവിലല്ല, മറിച്ച് സൂറത്തിൻ്റെ 23ാമത്തെ ആയത്താണ്. എന്ന് പറഞ്ഞാൽ സൂറത്തിൻ്റെ തുടക്കത്തിൽ വന്നിട്ടുള്ളത് ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ് എന്നുള്ളത് തുടക്ക ഭാഗത്താണ് എന്നും ബിഇദ്നി റബ്ബിഹിം തഹിയ്യത്തുഹും ഫിഹാ സലാം എന്നുള്ളത് മധ്യഭാഗത്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പം ഇതാണ് 19ാമത്തെ ഖായിദ. അൽഹംദുലില്ലാ 20ാമത്തെ ഖായിദയാണ് അൽ മുവാഫഖത്തു ബൈന ഫവാസിലിൽ ആയത്തുകളുടെ ഫസ്ലിൻ്റെ ഇടയിൽ നമ്മൾ മുവാഫഖത്ത് കൊണ്ട് മുത്തശാബിഹാത്ത് മനസ്സിലാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ യോജിപ്പ് മനസ്സിലാക്കിയിട്ട് മുത്തശാബിഹാത്തുകൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കാരണം സൂറത്തുൽ മുഅ്മിനൂനയുടെ 51ാമത്തെ ആയത്ത് യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. അതേ സ്ഥാനത്ത് സൂറത്തു സബയിന്റെ 11ാമത്തെ ആയത്ത് അൻ യഅമൽ സാബിഗാതിൻ വഖദ്ദിർ ഫിസ് സർദി വഅമലൂ സ്വാലിഹൻ ഇന്നി ബിമാ തഅമലൂന ബസീർ. ഇന്നി ബിമാ തഅമലൂന അലീമും ഇന്നി ബിമാ തഅമലൂന ബസീറും തമ്മിൽ നമ്മൾ മാറിപ്പോവാതിരിക്കാൻ ഒരു ടെക്നിക്ക്. അതെന്താ? അതായത് സൂറത്ത് സബയിൻ്റെ ആയത്തുകളുടെ അവസാനത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം അതിൻ്റെ അവസാനം നമ്മൾ നോക്കുമ്പോൾ കൂടുതലായിട്ട് വരുന്നത് മുനീബ്, ഹദീദ്, ബസീർ, സഈദ് എന്നുള്ള പദങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പം അതിനോട് യോജിച്ച ബസീറാണ് ഇവിടെ പറയുന്നത്. അതേ സ്ഥാനത്ത്
സൂറത്തുൽ മുഅ്മിനൂനയുടെ അവസാനത്തെ ആയത്തുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കൂടുതലും മഈൻ, അലീം, ഫത്തഖൂൻ, യഹ്തദൂൻ, അതുകൊണ്ട് അലീം എന്നതാണ് ഇവിടെ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പം മഈനും അതേപോലെ തന്നെ അലീമും എന്നൊക്കെയുള്ള ആയത്തുകൾ വന്നിട്ടുള്ള സൂറത്തുൽ മുഅ്മിനൂനയിൽ അലീം എന്നും സയീദ്, ഹദീദ്, മുനീബ്, ബസീർ എന്ന് പറയുന്ന ഇത്തരം ആയത്തുകൾ വന്ന സൂറത്തു സബയിൽ ബസീറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അൽ മുവാഫഖത്തു ബൈന ഫവാസിലിൽ ആയയുടെ മറ്റൊരു ഉദാഹരണമാണ് ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം, ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. തൗബയുടെ 114-ാമത്തെ ആയത്തിൽ പറയുന്നത് ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം. അതേ സ്ഥാനത്ത് സൂറത്തുൽ ഹൂദിൽ പറയുന്നത് ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ് എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ മനസ്സിലാക്കണം? അതായത് സൂറത്തു തൗബയിൽ ഈ 114-ാമത്തെ ആയത്തിൻ്റെ മുമ്പുള്ള ആയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നത് ഹലീമിന് മുമ്പ് ജഹീമാണ്, ശേഷമുള്ളത് അലീമാണ്. ഈ 114-ാമത്തെ ആയത്തിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ ജഹീമുണ്ട്, ഈ ആയത്ത് കഴിഞ്ഞപ്പോൾ അലീമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന ഇബ്രാഹിം അല അവ്വാഹുൻ ഹലീം, ജഹീം, ഹലീം, അലീം ആണോ? അതാണ് ആ ഒരു യോജിപ്പ്. അതേ സ്ഥാനത്ത് സൂറത്തു ഹൂദിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂറത്തുൽ ഹൂദിൻ്റെ ആയത്തുകളിൽ പലതും കൂടുതലും അവസാനിക്കുന്നത് കൽക്കലയുടെ നമ്മൾ തജ്വീദിലൊക്കെ പഠിച്ചിട്ടുള്ള ഖാഫ്, ഖാ, ബ, ജീം, ദാൽ ഈ അക്ഷരങ്ങളെ കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അവസാനിക്കേണ്ടത് മുനീബ്, കൽക്കലയുടെ ബ എന്ന് പറയുന്ന അക്ഷരങ്ങളെ കൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഒരു ബന്ധം ഈ സൂറത്തിനുണ്ട്. സൂറത്ത് തൗബയിൽ മുമ്പ് ശേഷമുള്ള ആയത്ത് വെച്ച് നോക്കുമ്പോൾ അവിടെ ഹലീമാണ് ഏറ്റവും യോജിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ അത് നമ്മുടെ ഹിഫ്ളിന് നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കാൻ വലിയ ഒരു കാരണമാകും. 21-ാമത്തെ മുതശാബിഹിലേക്ക് കിടക്കുന്നു. അള്ളബുതു ബിത്തഖ്സീമി വതജ്സിഅ. ചിലപ്പോൾ നമ്മൾ ആയത്തുകളെ പാർട്ടീഷൻ ചെയ്ത് പഠിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മാറിപ്പോകുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ബഖറയിൽ 34-ാമത്തെ വചനം. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. ഇതേ സംഭവം സൂറത്തുൽ ഹിജ്റിൽ 31-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഉള്ളത് ഇല്ലാ ഇബ്ലീസ അബ അൻ യകൂന മഅസ്സാജിദീൻ. സൂറത്തു സ്വാദിലും ഇതേ സംഭവം പറയുന്നുണ്ട്. ഇബ്ലീസിന്റെ ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞ സന്ദർഭത്തിൽ അവിടുന്ന് മാറി നിന്ന് ധിക്കരിച്ചുകൊണ്ട് മാറി നിന്ന സംഭവം ഖുർആനിൽ പല സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൂറത്തു സ്വാദിൽ എങ്ങനെയാണ് പറയുന്നത്? ഇല്ലാ ഇബ്ലീസ ഇസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ മനസ്സിലാക്കണം? സൂറത്തുൽ ബഖറയിൽ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ എന്നുണ്ട്. ആ ആയത്തിന് നമ്മൾ പാർട്ട് ചെയ്യാണ്. അബ എന്നുള്ളത് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുത്തത്. അപ്പം അബ എന്നത് റൈറ്റിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അബ എന്ന ഒരു ഭാഗമാണ് സൂറത്തുൽ ഹിജ്റിലുള്ളത്. അപ്പോൾ വസ്തക്ബറ എന്ന് പറയുന്ന ഈ ഭാഗം അത് പോകുന്നത് അത് ഇങ്ങനെ പോവുകയാണ്, അങ്ങനെ പോയി അതങ്ങനെ പോയി അത് വരുന്നത് വസ്തക്ബറ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. അപ്പം ഇല്ല ഇബ്ലീസ അബ അൻ യകൂന മഅസ്സാജിദീൻ. എവിടെ സൂറത്തുൽ ഹിജ്റിൽ രണ്ടാമത്തെ ഭാഗം ഇല്ല ഇബ്ലീസ ഇസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. സൂറത്തു സ്വാദിൽ. ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഒരിക്കലും തെറ്റൂല. മറ്റൊന്നാണ് 21-ാമത്തെ ഖായിദ അള്ളബുതു ബിത്തഖ്സീമി വതജ്സിഅ എന്ന് പറയുന്ന ഖായിദയുടെ മറ്റൊരു ഉദാഹരണം. ഫത്തഖുല്ലാഹ വഅതീഊൻ. ശുറായിൽ 131-ാമത്തെ വചനം. അവിടെ നമ്മൾ പാട്ടാക്കാണ് വത്തഖുല്ലദീ അമദ്ദകും ബിമാ തഅലമൂൻ. ഇവിടെ ചില ആളുകൾ ബിമാ തഅമലൂൻ എന്ന് ഓതി പോകാറുണ്ട്. അത് ശ്രദ്ധിക്കണം, സാന്ദർഭികമായി ഉണർത്തിയതാണ്, നമ്മുടെ വിഷയം അതല്ല. ഈ ഫത്തഖുല്ലാഹ വാത്തിയൂൻ എന്ന് പറയുന്ന 131-ാമത്തെ ആയത്ത് നമ്മൾ പാട്ടാക്കി. ഫത്തഖുല്ലാഹ വാത്തിയൂൻ എന്ന ആയത്തിന്റെ ആദ്യ പാട്ടാകുന്ന ഫത്തഖുല്ല എന്ന് പറഞ്ഞാൽ വത്തഖു എന്ന് പറയുന്ന ആയത്തിന് നമ്മൾ ശേഷം കൊടുത്തു. അപ്പോൾ വാത്തിയു എന്നോ അവിടെ ഫത്തഖുല്ലാഹ വഅതീഊൻ എന്ന് പറഞ്ഞ അടുത്ത പേജിൽ തന്നെ നമുക്ക് മാറിപ്പോകാറുണ്ട്. അതിനുശേഷമുള്ളത് വലാ തുതീഉ. അപ്പോൾ അതീഊൻ തുതീഉ ഒരേ ധാതുവിൽ നിന്ന് എടുക്കുന്ന പദമാണ്. അതാ യുതീഉ തുതീഉ എന്ന് പറയും. അപ്പം ഈ രണ്ട് പാർട്ടിനെ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് സൂറത്ത് ശുറായിൻ്റെ 132ഉം 151ഉം മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് മാറിപ്പോകില്ല. മറ്റൊരു ഉദാഹരണമാണ് വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി ഇന്നകും ലതഅതൂനൽ ഫാഹിഷ എന്ന് പറയുന്ന സൂറത്തു അങ്കബൂത്തിലും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സൂറത്തുൽ അറാഫിലും സൂറത്തുൽ നംലിലും അതായത് പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ഈ ഒരു സംഭവം നമ്മൾ സൂറത്തുൽ അൻകബൂത്തിന്റെ 28-29 ആയത്തെടുക്കുക. സൂറത്തുൽ അൻകബൂത്തിന്റെ 28-29 അവിടെ പറയുന്നത് വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി ഇന്നകും ലതഅതൂനൽ ഫാഹിഷ. 29-ാമത്തെ ആയത്ത് ഇന്നകും ലതഅതൂനർ റിജാല വതഖതഊനസ് സബീൽ. ഇത് എല്ലാ ഹാഫിളുകൾക്കും ഒരു മാറിപ്പോയിട്ട് ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാൻ എങ്ങനെ ഈ രണ്ട് ആയത്തുകളിൽ സൂറത്തുൽ അൻകബൂത്തിന്റെ ഈ കാണുന്ന രണ്ട് ആയത്തുകളിലുള്ള ആ രണ്ട് പാർട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ പാർട്ടിനെ ഇന്നക്കും എന്ന ഈ പാർട്ടിനെ നമ്മൾ എന്താക്കുകയാണ്? പാർട്ട് ചെയ്യാണ്. ഇങ്ങനെ പാർട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തെ താഴെ കാണുന്ന ഈ ഇന്നക്കും സൂറത്തുൽ ആറാഫിന്റെ ഈ ഭാഗത്തേക്ക് നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. ഇന്നക്കും ലതഅതൂനർ റിജാൽ ശഹ്വതൻ മിൻ ദൂനിൻ നിസാ. ആറാഫിന്റെ 81-ാമത്തെ ആയത്ത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്ന് പറഞ്ഞാൽ ഇന്നക്കും അവിടെ ഇന്നക്കൂല്ല, പിന്നെ ഇന്നക്കും എവിടെയുള്ളത്? അതാണ് രണ്ടാമത്തെ പാർട്ടി നമ്മൾ പാർട്ട് ചെയ്ത് അങ്കബൂത്തിന്റെ രണ്ടാമത്തെ ആയത്തിനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് സൂറത്തു നംലിന്റെ 55-ാമത്തെ ആയത്തിലേക്ക്. അവിടെ ഉള്ളത് എന്താ? ഇന്നകും ലതഅതൂനർ റിജാല ശഹ്വതൻ മിൻ ദൂനിൻ നിസാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നംലിന്റെ 55ഉം അറാഫിന്റെ 81 ഒരേപോലെയുള്ളത്. പക്ഷേ എന്താ മാറ്റം? ഒന്നിൽ ഇന്നക്കും ഒന്നിൽ ഐന്നക്കും. അപ്പം
സൂറത്തുൽ ആറാഫിൽ ഇന്നക്കും എന്നും സൂറത്തുൽ നംലിൽ ഇന്നക്കും എന്ന് ആണെന്ന് മനസ്സിലാക്കിക്കാൻ ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കയറ്റി വെച്ചാൽ നമ്മൾ അവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്താൽ നമുക്ക് ഈ ഭാഗം വളരെ സിമ്പിളായിട്ട് ഓതി കഴിയാൻ പറ്റും. ഇതേപോലെ മറ്റൊരു ഭാഗമാണ് സൂറത്തുൽ ഹജ്ജിൻ്റെ 5-ാമത്തെ ആയത്ത്. ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر. ഇവിടെ നമ്മൾ പല ആളുകളും മാറിപ്പോകും. ലിതബ്ലുഗു അശുദ്ധക്കും വമിൻകും മൻ യുതവഫ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ. ഇതെങ്ങനെയാണ് മാറിപ്പോവുക? കാരണം സൂറത്തുൽ ഗാഫിറിൽ ഒരു ആയത്തുണ്ട്, ثم لتبلغوا أشدكم ثم لتكونوا شيوخا ومنكم من يتوفى من قبل വലിതബ്ലുഗു അജലൻ മുസമ്മ എന്നാണ് സൂറത്ത് ഗാഫിറിലുള്ളത്. അതേ സ്ഥാനത്ത് സൂറത്തുൻ നഹ്ലിലുള്ളത് വല്ലാഹു ഖലഖകും ثم يتوفاكم ومنكم من يرد إلى أرذل العمر لكي لا يعلم. മനസ്സിലാവുന്നുണ്ടാവും. അതായത് ഹജ്ജിൻ്റെ ഈ ആയത്തിനെ പാർട്ട് ചെയ്ത് ആദ്യ പാർട്ട് വന്നിട്ടുള്ളത് സൂറത്തുൽ ഗാഫിറിലാണ് എന്നും രണ്ടാമത്തെ ഈ കാണുന്ന പാർട്ട് വന്നിട്ടുള്ളത് സൂറത്തുൽ ഗാഫിറിലാണ് എന്നും നമ്മൾ കണക്ട് ചെയ്ത് സൂറത്തുൽ നഹ്ലിലാണെന്ന് നമ്മൾ കണക്ട് ചെയ്ത് ആദ്യ പാർട്ടിനെ ഗാഫിറിലേക്കും രണ്ടാമത്തെ ഭാഗത്തെ നഹ്ലിലേക്കും കൊടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അവിടെ മാറിപ്പോകില്ല. 22-ാമത്തെ നിയമത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അള്ളബുത്ത് ബി തദ്കീരി വത്തനീസ്, സ്ത്രീ പുരുഷ ലിംഗങ്ങൾ, അതായത് അത്തരം പ്രയോഗങ്ങൾ നോക്കി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. അതെങ്ങനെ മനസ്സിലാക്കണം? ഇവിടെ പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. സൂറത്തുൻ നഹ്ലിൻ്റെ ഒരു ആയത്താണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. സൂറത്തുൻ നഹ്ലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. 66-ാമത്തെ ആയത്ത് ബുതൂനിഹി. അതേ സ്ഥാനത്ത് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന ഈ ആയത്തിൻ്റെ 21-ാമത്തെ ആയത്ത് ബുതൂനിഹ വലകും ഫീഹ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ മനസ്സിലാക്കണം? അതായത് എപ്പോഴും മുദക്കറിനെ പറഞ്ഞിട്ടാണ് മുഅന്നസ് പറയുക. അപ്പോൾ ആദ്യം ഉള്ള സൂറത്താകുന്ന സൂറത്തുൽ നഹ്ലിലുള്ളത് മുദക്കറാണ്, സൂറത്തുൽ മുഅ്മിനൂനിലുള്ളത് മുഅന്നസാണ്. ഇതേപോലെ മറ്റൊരു ഉദാഹരണമാണ് സൂറത്തു സജദയിലുള്ള 20-ാമത്തെ ആയത്ത്, സൂറത്തു സബയിലുള്ള 42-ാമത്തെ ആയത്ത്. ആയത്തിൻ്റെ മാറുന്ന ഭാഗം അല്ലതി പുരുഷന് വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ്, ഇസ്മാണല്ലോ അല്ലതി. അതേ സ്ഥാനത്ത് സ്ത്രീക്ക് ഉപയോഗിക്കുന്ന ഇസ്മ അല്ലത്തിയാണ്. അപ്പോൾ പുരുഷന് ഉപയോഗിക്കുന്ന അല്ലതി ആദ്യ സൂറത്താകുന്ന സജദയിൽ വന്നു, സ്ത്രീക്ക് ഉപയോഗിക്കുന്ന അല്ലത്തി ശേഷം വന്ന സബയിൽ വന്നു. അപ്പം ആദ്യം പുരുഷൻ്റെ ഉപയോഗം, പിന്നീട് സ്ത്രീയുടെ ഉപയോഗം. ഇതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് സൂറത്തു ആലു ഇമ്രാനിൽ നമുക്ക് കാണാൻ കഴിയും. ആലു ഇമ്രാനിൽ അന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅതി ത്വയ്രി ഫഅൻഫുഹു ഫീഹി എന്നാ പ്രയോഗിച്ചത്. അതേ സ്ഥാനത്ത് സൂറത്തുൽ മാഇദയിൽ 110-ാമത്തെ ആയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫതൻഫുഹു ഫീഹ. അപ്പോൾ ആദ്യം മുദക്കറാകുന്ന ഫീഹി, പിന്നെ മാഇദയിൽ മുഅന്നസാകുന്ന ഫീഹ. ഇതേപോലെ മറ്റൊരു ഉദാഹരണം സൂറത്തുൽ മുദ്ദസിർ കല്ലാ ഇന്നഹു തദ്കിറ. അപ്പോൾ സൂറത്തു അബസയിൽ ഇനി മാറിപ്പോകരുത്, കല്ലാ ഇന്നഹ തദ്കിറ. അബസയിൽ ഇന്നഹ, മുദ്ദസിരിൽ ഇന്നഹു. ഇതങ്ങനെ പുരുഷന് പ്രയോഗിക്കുന്ന ഹു എന്ന് പറയുന്ന ലമീറിൻ്റെ ഇസ്മാണ് ആദ്യം പ്രയോഗിച്ചത്, പിന്നെയാണ് സ്ത്രീയുടെ ലമീർ പ്രയോഗിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ 2 ആയത്തുകൾ നമ്മുടെ മനസ്സിൽ പതിയുന്നു. 23-ാമത്തെ കായിദയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. 23-ാമത്തെ കായിദയാകുന്നത് മിഫ്താഹ് സൂർ എന്ന് പറയുന്ന സൂറത്തിൻ്റെ തുടക്കം നമ്മൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് സൂറത്തുൽ ഫുസ്സിലത്തിൽ ഐൻ ഒരുപാട് തവണ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഈ ആയത്തുകൾ സൂറത്തുൽ ഫുസ്സിലത്ത് എന്ന് പറയുന്ന സൂറത്തിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉദാഹരണമാണ്. നിങ്ങൾ നോക്കൂ, കിതാബും ഫുസ്സിലത്ത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ. 3-ാമത്തെ ആയത്ത് കുറച്ച് മുന്നോട്ട് പോയാൽ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. 41-ാമത്തെ ആയത്ത് വ ഇന്നഹു ലകിതാബുൻ അസീസ്. 39-ാമത്തെ ആയത്ത് തറൽ അർള ഖാശിഅ വലഇൻ റുജിഅതു ഇലാ റബ്ബി. അവിടെ വലഇൻ റുദിതു എന്നൊക്കെ ചിലപ്പോൾ ഓതിപ്പോകുമല്ലോ. അപ്പം ഇവിടെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? കിതാബും ഫുസ്സിലത്ത് ആയാത്തു ഖുർആൻ അറബിയ്യൻ ലിഖൗമിൻ യുഅ്മിനൂൻ എന്നല്ല, കാരണം ഫുസ്സിലത്തിൽ കൂടുതലുള്ളത് ഐനാണല്ലോ. അപ്പോൾ ഫുസ്സിലത്തിൽ ഐന് കൂടുതലുള്ളതുകൊണ്ട് ഖൗമി യഅലമൂൻ, ഐനുള്ള യുഅ്മിനൂൻ എന്നത് തെറ്റാണ്, ഐനുള്ള യഅലമൂൻ എന്ന പദം നമ്മൾ ഓതണം. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അവിടെ അസ്സമീഉൽ ബസീർ എന്ന് നമ്മൾ ഓതരുത്, കാരണം അങ്ങനെ വന്നിട്ടുള്ളത് സൂറത്തുൽ ഗാഫിറിലാണ്. അതേ സ്ഥാനത്ത് വൈനഹുൽ കിതാബുൻ അസീസ് എന്ന് നമ്മൾ തെറ്റിക്കരുത്, വൈനഹുൽ കിതാബുൻ കരീം എന്ന് വന്നിട്ടുള്ളത് സൂറത്തുൽ നംലിലാണ്. അപ്പോൾ സൂറത്തുൽ ഫുസ്സിലത്തിൽ പരമാവധി കൂടുതലും അങ്ങനെ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ, നമ്മൾ ആയത്തിൻ്റെ അവസാനങ്ങൾ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ ഈ ഒരു ഐന് അതേപോലെ തന്നെ ഹ എന്ന് നമ്മൾ മനസ്സിലാക്കി വരിക. അതായത് തറൽ അർള ഹാഷിയ, മറ്റൊരു സ്ഥലത്ത് നമുക്കറിയാം തറൽ അർള ഹാമിദ എന്ന് കാണാം. ഹാമിദ എന്നുള്ളത് സൂറത്തുൽ ഹജ്ജിലാണ്. വലഇൻ റുജിഅതു ഇലാ റബ്ബി എന്നതാണ് സൂറത്തുൽ ഫുസ്സിലത്തിലുള്ളത്, കാരണം വലഇൻ റുദിതു എന്നുള്ളത് വന്നിട്ടുള്ളത് സൂറത്തുൽ കഹ്ഫിലാണ്. അപ്പോൾ ഇങ്ങനെ ഐനുമായിട്ട് നമ്മളൊരു കണക്ഷൻ ഈ സൂറത്ത് ഓതുമ്പോൾ നമുക്കുണ്ടായാൽ ഈ ഭാഗങ്ങൾക്ക് വളരെയധികം നമുക്ക് മാറിപ്പോവാതെ നല്ല രൂപത്തിൽ ശരിയാവണ്ണം ഓതി പൂർത്തിയാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു ഉദാഹരണം സൂറത്തുൽ കഹ്ഫിന് നമ്മൾ എപ്പോഴും ഫാവുമായിട്ടൊരു അഭേദ്യ ബന്ധം, കാരണം വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആൻ ലിന്നാസ്. അപ്പം ഫീ ഹാദൽ ഖുർആൻ എന്നതിനെ അന്നാസ് എന്നതിനേക്കാൾ മുന്തിച്ചു വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം
സൂറത്തുൽ ഇസ്രായിൽ അതിന് തൊട്ട് മുമ്പുള്ള സൂറത്തിൽ നമുക്കറിയാം വലഖദ് സർറഫ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഓതുമ്പോൾ കൺഫ്യൂസ്ഡ് ആകരുത്. കഹ്ഫ് ഫാ ഉള്ള സൂറത്താണല്ലോ. അപ്പോൾ ഫാ ഉള്ളത് കൊണ്ട് ഫീ ഹാദൽ ഖുർആൻ ആദ്യം വരട്ടെ. മറ്റൊന്നാണ് വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅഅറദ. അവിടെയും ഫാഇനെ നമ്മൾ മനസ്സിൽ കരുതുക. അപ്പം ഫാ കൊണ്ടാണ്, കാരണം സൂറത്തു സജദയിലുള്ള എന്താ സുമ്മ അഅറദ എന്ന. അപ്പോൾ ഫാ ഉള്ളത് കഹ്ഫിലാണ്. ഫഅത്ബഅ സബബ എന്ന് കഹ്ഫിൽ കാണാം. കാരണം സുമ്മ അത്ബഅ എന്ന് സൂറത്തുൽ കഹ്ഫിൽ 2 സ്ഥലത്ത് പറഞ്ഞു. അപ്പോൾ ആദ്യം ഫഅത്ബഅ സബബ, സുമ്മ അത്ബഅ സബബ എന്നുള്ളത് പിന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സബറ, അവിടെ ഫത്തഖദ എന്നാണ്. അപ്പോൾ വത്തഖദ എന്നതിൻ്റെ മുമ്പായിട്ട് ഫത്തഖദയുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാൻ പറ്റും വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബ. അപ്പം ഫത്തഖദ പറഞ്ഞിട്ടാണ് വത്തഖദ. അപ്പം അവിടെ നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായാൽ മാറിപ്പോകില്ല. വറബ്ബുക്കൽ ഗഫൂർ, ഗഫൂർ കാരണം ഈ സൂറത്തിന് നമുക്കറിയാം വറബ്ബുക്കൽ ഗഫൂർ ഫാ ഉണ്ട്. അപ്പം കഹ്ഫ് എന്ന് പറയുന്ന സൂറത്തിൽ വറബ്ബുക്കൽ ഗഫൂർ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ സൂറത്തുൽ അനാമിലുള്ള ഒരു ഭാഗമാണ്, മാറിപ്പോകുന്ന ഒരു ഭാഗം വറബ്ബുക്കൽ ഗനിയു. അപ്പോൾ ഈ ഗനിയു എന്നുള്ളത് ഗഫൂറുമായിട്ട് മാറിപ്പോകുകയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ സൂറത്തിന് നമുക്ക് മാറിപ്പോവാതെ ഓതാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂറത്തിനെ കഹ്ഫിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. വൽ യതലഖഫ് എന്ന് പറയുന്ന ആ ഭാഗം അവിടെ അവസാനിക്കുന്നത് ഫാ കൊണ്ടാണ്. നമുക്കറിയാം ഖുർആന്റെ പകുതി, അതായത് കെലിമത്തുകളെ വെച്ച് ഖുർആൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഖുർആനിന്റെ പകുതി അവസാനിക്കുന്നത് വലിയ തലത്തഫ് എന്ന് പറയുന്ന പദത്തിലാണ്. ആ പദത്തിലടക്കം ഫാ കൊണ്ടാണ് അവസാനിച്ചത് എന്ന ഒരു കണക്ഷൻ, ഈ ഒരു നിയമത്തിന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഓതി പൂർത്തിയാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള 24-ാമത്തെ മുതൽ നമുക്ക് പിന്നീട് സംസാരിക്കണം. വഫഖനല്ലാഹു വജഅൽനാ മിൻ ഖാദിമിൽ ഖുർആൻ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.